കണ്ടല ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കനെതിരായ വാർത്തയാണ് ഇനി നമുക്ക് പ്രേക്ഷകരിലേക്ക് നൽകാനുള്ളത്. ഭാസുരാങ്കൻ തന്നെ പ്രസിഡന്റായ മാറനല്ലൂർ ക്ഷീരയുടെ ഭൂമി ഈടായി വെച്ച് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ക്ഷീര MD ആയിരുന്ന സോജിൻ ചന്ദ്രന്റെ പേരിൽ 50 ലക്ഷം രൂപ വായ്പയെടുക്കാൻ ഈടായി വെച്ചതും ക്ഷീര എന്ന സഹകരണ സംഘത്തിന്റെ ഇതേ ഭൂമിയാണ്. ക്ഷീരയുടെ 50 സെന്റ് ഭൂമി വെച്ച് പല തവണകളായി എടുത്തത് തിരിച്ചടയ്ക്കാതെയാണ് വീണ്ടും ഭാസുരാങ്കൻ തോന്നും പോലെ വായ്പയെടുത്തത്. ക്ഷീരയുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കണ്ടല ബാങ്കിന് വ്യക്തികൾക്ക് വായ്പ കൊടുക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്, അതും 10 ലക്ഷം രൂപ. എന്നാൽ എൻ ഭാസുരാങ്കൻ തന്നെ പ്രസിഡന്റായ മാറനല്ലൂർ ക്ഷീരവ്യവസായ സംഘത്തിൻ്റെ ഭൂമി പലതവണ വെച്ച് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതിൻ്റെ രേഖകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത്. എൻ ഭാസുരാങ്കൻ തന്നെ പ്രസിഡന്റായ മാറനല്ലൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഭൂമിയുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റാണിത്. 4 സർവേ നമ്പറുകളിലായി ക്ഷീരയുടെ പ്ലാന്റ് ഉൾപ്പെടുന്ന മാറനല്ലൂരിലെ 50 സെന്റ് ഭൂമിയും ഭാസുരാങ്കൻ കണ്ടല ബാങ്കിൽ യഥേഷ്ടം പണയപ്പെടുത്തിയെന്ന് ഇതിൽ വ്യക്തമാണ്. 2010 എൻ ഭാസുരാങ്കൻ ക്ഷീരയുടെ ഭൂമി പണയം വെച്ചെടുത്തത് 1,10,00,000 രൂപ. 2011 15 ലക്ഷം, 2014 15 ഇതേ ഭൂമി പണയം വെച്ച് 50 ലക്ഷം രൂപ. ഇത്തവണ എടുത്തത് ഭാസുരാങ്കൻ്റെ വലങ്കയും ക്ഷീരയുടെ MD സോജിൻ ചന്ദ്രൻ. ഇത് കൂടാതെ 2008 60 ലക്ഷവും 2009 80 ലക്ഷവും ഭാസുരാങ്കൻ വേറെയും എടുത്തു. എന്നാൽ കാലം ഇത്രയായിട്ടും വായ്പയെടുത്ത കോടികളിൽ 1 രൂപ പോലും തിരിച്ചടച്ചില്ല. സഹകരണ വകുപ്പ് മിണ്ടുന്നുമില്ല. ക്ഷീരവികസന വകുപ്പിൻ്റെ അധീനതയിൽ വരുന്ന ഭൂമി പണയം വെച്ചെടുത്ത കോടികൾ ഭാസുരാങ്കൻ എന്ത് ചെയ്തെന്ന് CPI നേതൃത്വം നൽകുന്ന ക്ഷീരവികസന വകുപ്പ് അറിഞ്ഞിട്ടേയില്ല. ക്ഷീരയുടെ ഭൂമി പണയപ്പെടുത്തി ഭാസുരാങ്കൻ ചെയ്ത നിയമലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. 10 ലക്ഷം മാത്രം വായ്പാ പരിധിയുള്ള വ്യക്തികൾക്ക് മാത്രം വായ്പാ അനുമതിയുള്ള ബാങ്കിൽ നിന്ന് ക്ഷീരയുടെ മറവിൽ കോടികളെടുത്ത് വെട്ടിപ്പ് നടത്തി. 2. എടുത്തത് തിരിച്ചടക്കാതെ അതേ ഭൂമിയിൽ തന്നെ വീണ്ടും വീണ്ടും വായ്പയെടുത്തു. 3. സഹകരണ സംഘം രജിസ്ട്രാറോ ക്ഷീരവികസന വകുപ്പോ അറിയാതെ ക്ഷീരയുടെ ഭൂമി സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്തു. 4. വായ്പ എടുത്ത പണം ക്ഷീരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിനും തെളിവില്ല. ക്ഷീരയുടെ ഭൂമി വെച്ച് എൻ ഭാസുരാങ്കനും സോജിൻ ചന്ദ്രനും എടുത്ത കോടികൾ എവിടേക്കാണ് ഒഴുകിയത് എന്ന് പറയാനുള്ള ബാധ്യത CPI ഭരിക്കുന്ന ക്ഷീരവികസന വകുപ്പിനുണ്ട്. കണ്ടല മോഡലിൽ നടന്ന തട്ടിപ്പ് ക്ഷീരയിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി ചിഞ്ചു റാണിയുടെ ക്ഷീരവികസന വകുപ്പ് അനങ്ങാതെ ഇരിക്കുന്നത്? റിപ്പോർട്ടർ TV പ്രസാദ് ഇൻ റിപ്പോർട്ടർ. ഈ റിപ്പോർട്ട് നൽകിയ TV പ്രസാദ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ ഭാസുരാങ്കനെതിരെ കൂടുതൽ തട്ടിപ്പുകളുടെ വാർത്ത അത് വരും ദിവസങ്ങളിലും വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തട്ടിപ്പിന്റെ കഥ തീരുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ആര്യ, നിമേഷ്, ഗുഡ് മോർണിംഗ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിമേഷേ, അതായത് ഒരു സ്വകാര്യ സ്വത്ത് പോലെ ഒരു സ്ഥാപനത്തിൻ്റെ ഭൂമി ഭാസുരാങ്കൻ കൈകാര്യം ചെയ്തു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. നമ്മളെല്ലാവരും സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരാണ്. നമ്മൾ വായ്പ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് വായ്പയ്ക്ക് വേണ്ടി കൊടുക്കും. വായ്പയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വായ്പ ബാധ്യത തീർക്കാതെ പിന്നെ അതിൽ ലോൺ എടുക്കാൻ കഴിയില്ല. അതായത് കൃത്യമായി പറഞ്ഞാൽ, നമ്മൾ ഒരു വായ്പ എടുക്കുന്ന ലാൻഡ് വെച്ചിട്ട് സഹകരണ ബാങ്കിൽ വായ്പ എടുക്കുകയാണെങ്കിൽ ആ ലാൻഡ് ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും. ഗഹാൻ രജിസ്ട്രേഷൻ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഗഹാൻ രജിസ്റ്റർ ചെയ്ത ഒരു ലാൻഡ് വെച്ച് ഒരു സാധാരണ വ്യക്തിക്ക് വീണ്ടും വായ്പ എടുക്കണമെങ്കിൽ ആ ബാധ്യത അടച്ചു തീർത്ത് ആ ഗഹാൻ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ രേഖ, ആ ആധാരം നമ്മുടെ കയ്യിലേക്ക് വരൂ. പക്ഷേ ഭാസുരാങ്കൻ ചെയ്തത്, ഇതിൽ ഭാസുരാങ്കൻ്റെ ഭൂമിയേയല്ല വെച്ചിരിക്കുന്നത്, പകരം മാറനല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഭൂമിയാണ്. അതായത് ക്ഷീര കർഷകരുടെ പ്രസ്ഥാനമാണ് മാറനല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം. കണ്ടലയുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയതുപോലെ 30 വർഷത്തിലേറെ കാലം ഭാസുരാങ്കൻ ഈ ക്ഷീരയുടെയും പ്രസിഡന്റായിരുന്നു. ഇതിൽ ചെയ്തത്, ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന ഭാസുരാങ്കൻ മറ്റൊരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എന്നിരിക്കെ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി ആ സ്ഥാപനത്തിൻ്റെ ഭൂമി പണയം വെച്ച്
ഇഷ്ടം പോലെ വായ്പകൾ എടുത്തു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല ഇതിന് 50 സെൻറ്റ് മാത്രമാണ് ഇതെല്ലാം കൂടി ഉള്ളത്. 4 സർവേ നമ്പറിലായിട്ടാണുള്ളത്. ഈ 50 സെൻറ്റ് ഭൂമി വെച്ച് എടുത്തിരിക്കുന്ന ഏതാണ്ട് 3 കോടിയിലധികം രൂപയാണ്. ഇപ്പോൾ പോലും ആ ഭൂമിക്ക് 2 കോടി വരെ വായ്പ വരില്ല എന്നുള്ളതാണ്. 2 കോടി വരെ മൂല്യമില്ലാത്ത വസ്തുവാണിത്. ഇതെടുത്തിരിക്കുന്നത് 2008 മുതലാണെന്ന് ഓർക്കണം. 2008 മുതൽ 2015 വരെയുള്ള കാലയളവിലായി ഏതാണ്ട് 3 കോടിയിലധികം രൂപ വായ്പ എടുത്തിരിക്കുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഭൂമി വെച്ചിട്ടാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ക്ഷീരയുടെ ഭൂമിയുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയും. ആ വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഇതിൽ ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത് നിമേഷേ, ആര്യ, ഇതിലൊരു പ്രശ്നമുള്ളത് ഇത് സഹകരണ വകുപ്പ് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ക്ഷീരവികസന വകുപ്പ് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 1 രൂപ പോലും തിരിച്ചു കിട്ടാതെ കണ്ടല ബാങ്കിലെ നിക്ഷേപകർ പെടാപ്പാട് പെടുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വായ്പയുടെ വിവരം കൂടി വരുന്നത്. നേരത്തെ കാട്ടാക്കട അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്ന ജയചന്ദ്രൻ 65 എൻക്വയറി സഹകരണ വകുപ്പ് നിയമപ്രകാരം നടത്തിയ സമയത്ത് ആ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു 2 കോടിയോളം രൂപ ആ ക്ഷീരയ്ക്ക് വേണ്ടിയും ഭാസുരാങ്കൻ വായ്പ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ആ സമയത്തും കരുതിയിരുന്നത് ഭാസുരാങ്കൻ ഏതെങ്കിലും രീതിയിൽ സ്വന്തം ഭൂമി പണയം വെച്ചിട്ടായിരിക്കും ഇതെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഭാസുരാങ്കനും ആ ക്ഷീരയുടെ MD ആയിരുന്ന സോജിൻ ചന്ദ്രനും ചേർന്ന് ക്ഷീരയുടെ ഭൂമി തന്നെ പണയപ്പെടുത്തിയിട്ടാണ് ഈ കോടികൾ വായ്പ എടുത്തത് എന്ന വിവരം പുറത്തു വരുന്നതോടുകൂടി അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതുവരെയും ഈ ക്ഷീരയുടെ പേരിൽ ക്ഷീരയുടെ ഭൂമി പണയം വെച്ച് ഇത്ര കോടിയോളം രൂപ വായ്പ എടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു നടപടിയും ക്ഷീരവികസന വകുപ്പ് ഇതിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. ഈ 2008 നടന്ന സംഭവമാണെങ്കിൽ ഇതുവരെയും ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവരികയാണ്. അതെ ആര്യ, അത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് 30 വർഷത്തിലധികമാണ് കണ്ടല ബാങ്കിൻ്റെ പ്രസിഡന്റായി ഭാസുരാങ്കൻ തുടർന്നത്. അതേ സമയത്ത് തന്നെയായിരുന്നു മാറനെല്ലൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായിട്ടും ഭാസുരാങ്കൻ തുടർന്നിരുന്നത്. ഒരു സംഘത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു സംഘത്തിലേക്ക് വേണ്ടി ഈ സംഘത്തിൽ നിന്ന് വായ്പയെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന തത്വങ്ങൾ, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി. 2, ഈ വായ്പാ പരിധി എന്ന് പറയുന്നത് വെറും 10 ലക്ഷമാണെന്ന് ഓർക്കണം. അതായത് കണ്ടല ബാങ്കിന് പരമാവധി കൊടുക്കാൻ പറ്റുന്ന വായ്പ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അവിടെയാണ് 3 കോടിയോളം രൂപ വായ്പ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു വായ്പ തിരിച്ചടക്കാതെ ഒരു സാധാരണ മനുഷ്യന് മറ്റൊരു വായ്പ കിട്ടില്ല. അവിടെയാണ് ഇത്രയേറെ വലിയ ബാധ്യതയുള്ളപ്പോഴും വീണ്ടും വീണ്ടും വായ്പ കൊടുക്കുന്നത്. മറ്റൊന്ന്, സഹകരണ ബാങ്കിന്, കണ്ടല സഹകരണ ബാങ്കിന് വ്യക്തികൾക്ക് മാത്രം വായ്പ കൊടുക്കാനുള്ള അനുമതിയാണുള്ളത്. അങ്ങനെ വ്യക്തികൾക്ക് മാത്രം വായ്പ കൊടുക്കാനുള്ള അനുമതിയുള്ളിടത്താണ് മറ്റൊരു സഹകരണ സംഘത്തിന് ഭാസുരാങ്കൻ വായ്പ അനുവദിക്കുന്നത്. നിമേഷ്, ആര്യ, ഇതിലുള്ള മറ്റൊരു പ്രശ്നം ഈ തുക ക്ഷീരയിലേക്ക് എത്തിയില്ല എന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്ഷീരയ്ക്ക് വേണ്ടി വായ്പയെടുത്താൽ സ്വാഭാവികമായും ക്ഷീര എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണല്ലോ അത് ചെലവഴിക്കേണ്ടത്. പക്ഷേ ക്ഷീരയിലേക്ക് ഈ പറയുന്ന 3 കോടി വന്നതിൻ്റെ ഒരു കണക്കുമില്ല. ഇതിലിനിയിപ്പോൾ ഗുരുതരമായി പ്രശ്നം വരാൻ പോകുന്നത് അവിടെയുള്ള പാവപ്പെട്ട നിക്ഷേപകരുടെ കാര്യത്തിലാണ്. കാരണം ഈ പണമൊന്നും തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റൊരു സഹകരണ സംഘത്തിൻ്റെ ഭൂമിയാണ് അവർ അവിടെ പണയപ്പെടുത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ 3 കോടിയോളം വരുന്ന വായ്പാ തുക ഇപ്പോൾ തന്നെ കൂടിക്കൂടി വലിയ എമൗണ്ട് ആയിട്ടുണ്ട്. പക്ഷേ അതിൽ 1 രൂപ പോലും ഈ 15 വർഷത്തിനിടെ ഭാസുരാങ്കനോ സോജൻ ചന്ദ്രനോ തിരിച്ചടച്ചിട്ടില്ല. മാത്രമല്ല സോജൻ ചന്ദ്രനും ഭാസുരാങ്കനും ഈ ക്ഷീരയുടെ ഭൂമി വെച്ചെടുത്ത വായ്പ അടക്കാനുള്ള ഒരു നടപടിയും നിലവിലുള്ള ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോ സഹകരണ വകുപ്പോ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഭാസുരാങ്കനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് വലിയ ശ്രമം നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. CPI ഭരിക്കുന്ന ക്ഷീരവികസന വകുപ്പാണെങ്കിൽ ഭാസുരാങ്കൻ ചെയ്ത ക്ഷീരയിലെ അഴിമതി അപ്പാടെ മൂടി വെക്കുകയാണ്. കണ്ടല ബാങ്കിൽ നടന്ന അതേ തട്ടിപ്പാണ് ക്ഷീരയിലും നടന്നത്. 25 കോടിയോളം രൂപ. ആ ക്ഷീര പൂർണ്ണമായി ഇപ്പോൾ പൂട്ടിപ്പോയി. ഏതാണ്ട് 5000-ലധികം വരുന്ന ക്ഷീര കർഷകരുടെ പ്രതീക്ഷയായിരുന്നു ആ സ്ഥാപനം. അവിടുത്തെ ഫാക്ടറി പൂട്ടി, അവിടുത്തെ കാലിത്തീറ്റ ഉൽപ്പാദനം നിർത്തി, പാക്കറ്റ് പാല് നിർത്തി, എല്ലാം നിർത്തിയ ഒരു ഘട്ടത്തിലും ഭാസുരാങ്കനെ സംരക്ഷിക്കാനുള്ള നടപടിയുമായിട്ടാണ് CPIയും ക്ഷീരവികസന വകുപ്പും മന്ത്രി ചിഞ്ചു റാണിയും പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗൗരവതരമായ കാര്യം. ആര്യ, നിമേഷ്. പ്രസാദ്, ഇതിൽ സോജിൻ ചന്ദ്രന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്?
ഇതിലെ ഒരു കാര്യമുള്ളത്, ഭാസുരാങ്കൻ ഒരുപാട് പേരുടെ പേരിൽ കണ്ടല ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു എന്ന കാര്യം വ്യക്തമാണ്. ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനിയാണ് ഈ സോജിൻ ചന്ദ്രൻ. സോജിൻ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഷീരയുടെ MD ആയിരുന്നു. ഭാസുരാങ്കൻ്റെ വലം കൈയാണ്. ഭാസുരാങ്കൻ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി മിൽമയിലേക്ക് പോയ സമയത്ത് ഭാസുരാങ്കൻ കൂട്ടിക്കൊണ്ടു പോയവരിൽ ഒരാളായിരുന്നു ഈ സോജിൻ ചന്ദ്രൻ. നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തതിന് പിന്നാലെ CPI നേതാക്കളുടെ മക്കളെ പുറത്താക്കിയ സമയത്ത് സോജൻ ചന്ദ്രനെയും മിൽമയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ സോജൻ ഇപ്പോൾ കണ്ടല ബാങ്കിൽ തിരിച്ചടക്കാനുള്ളത് ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപയാണ്. 1 രൂപ പോലും തിരിച്ചടച്ചില്ല. ഈ ഭാസുരാങ്കൻ മാത്രമല്ല, മറ്റൊരു നേരത്തെ CPI നേതാവായിരുന്ന ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ ഒരു സ്ത്രീ, അവർ രണ്ടുപേരും മാത്രം 3 കോടിയിലധികം രൂപയാണ് തിരിച്ചടക്കാനുള്ളത്. ഇങ്ങനെ ഭാസുരാങ്കൻ്റെ അടുപ്പക്കാർക്ക് വേണ്ടി ഒരുപക്ഷെ ഭാസുരാങ്കൻ തന്നെ എടുത്തു കൂട്ടിയ വായ്പകളാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോജിൻ ചന്ദ്രനെതിരെ ഒരു നോട്ടീസ് പോലും ഇതുവരെ കണ്ടല ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തില്ല. തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. ഈ ഫയൽ പൂഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന വിവരം. ചുരുക്കത്തിൽ ഷീര എന്ന് പറയുന്ന മാറനെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തെയാണ് ഭാസുരാങ്കൻ തകർത്തത്. ആ സ്ഥാപനത്തിൻ്റെ ഭൂമിയാണ് ഇപ്പോൾ കണ്ടല ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നത് 3 കോടിയിലധികം രൂപയുടെ വായ്പാ ബാധ്യതയുമായി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രസാദ്, വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത